ഈ വിഷയത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടൊരു വിഷയമല്ല. കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിക്കകത്തുള്ള സമയത്ത് തന്നെ അദ്ദേഹത്തെ രാജിവെപ്പിക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, ഞങ്ങൾ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയല്ലോ, വേണമെങ്കിൽ ഇനി 2 ദിവസം മുമ്പേ പുറത്താക്കാമെന്നുള്ള ഒരു പരിഹാസ്യമായ നടപടിയാണ് കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജനങ്ങളോട്, സ്ത്രീ സമൂഹത്തോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിയമസഭാ സാമാജികത്വം രാജിവെപ്പിക്കേണ്ടതായിരുന്നു. അതിന് തയ്യാറാവാതെ ഇപ്പം ഞങ്ങൾ പുറത്താക്കിയല്ലോ എന്ന് പറയുന്നത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. ഇവിടെ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല കുറ്റവാളി സ്ഥാനത്ത് നിൽക്കുന്നത്. കോൺഗ്രസിലെ പല യുവ നേതാക്കളും, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഗുരുക്കളായിട്ടുള്ള പല യുവ നേതാക്കളും ഈ കാര്യങ്ങളിൽ സംശയത്തിൻ്റെ നിഴലിലാണ്. രാഹുൽ മാങ്കൂട്ടം നടത്തിയ പല നടപടികളും, തെറ്റായ പ്രവണതകളും അത്തരം ആളുകളുടെ സഹായത്തോടു കൂടിയാണ് പലയിടത്തും നടന്നിരിക്കുന്നത്. എല്ലാം അറിഞ്ഞുകൊണ്ട് കോൺഗ്രസിലെ പല നേതാക്കളും ഈ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു. നിരവധി പരാതികൾ KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സന്തത സഹചാരിയും മെൻറ്ററുമായിട്ടുള്ള ഷാഫി പറമ്പനുമെല്ലാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ കിട്ടിയിട്ടുണ്ട്. ബോധപൂർവം ആ പരാതികളെല്ലാം ഒതുക്കി തീർക്കുകയായിരുന്നു അവർ ചെയ്തത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഇതിലെ കുറ്റവാളി, കൂട്ടുപ്രതികളും ഉണ്ട് എന്നുള്ളതാണ് പരക്കെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ പറയുന്നത്. മഹിളാ നേതാക്കൾ തന്നെ പറയുന്നു. കോൺഗ്രസിനകത്ത് നിരവധി മഹിളാ നേതാക്കൾ ഈ പരാതികളെല്ലാം നേരത്തെ ഞങ്ങൾ പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളോട്, ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്നവരോട്, MP-മാരോട് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അന്നൊന്നും കോൺഗ്രസ് പാർട്ടി ഒരു നടപടിയും എടുത്തില്ല. ഇത്രയും കാലം രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭാ സാമാജികനായി സംരക്ഷിച്ചതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കന്മാർക്ക് കൈകഴുകി ഓടിപ്പോവാൻ കഴിയില്ല. അദ്ദേഹത്തെ രാജിവെപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു, അത് ചെയ്തില്ല. ഇപ്പോൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഈ പുറത്താക്കൽ നടപടി എന്നുള്ളതാണ് സത്യം. മറ്റൊരു കാര്യം, സർക്കാരിന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയാത്തത് കൊണ്ടല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ട് അവർ ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോയതാണ്. വളരെ വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന് വിവരങ്ങൾ ചോർത്തിക്കൊടുത്തത് പോലും പോലീസ് തന്നെയാണ് എന്നുള്ളതാണ് സത്യം. അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകാൻ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യം ബോധ്യമായിട്ടും അറസ്റ്റ് നീട്ടി 8-ാം തീയതി, 9-ാം തീയതി, 7-ാം തീയതി, 8-ാം തീയതി വരെ കൊണ്ടുപോകാനുള്ള വളരെ വലിയൊരു ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പോലീസിൻ്റെ സർവൈലൻസിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. രാഹുൽ മാങ്കൂട്ടം എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം പോലീസുണ്ട്. അതുകൊണ്ട് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് ഇങ്ങനെ ചർച്ചയാവട്ടെ എന്ന് വിചാരിച്ച് ബോധപൂർവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് വൈകിപ്പിച്ചത്. അതിൻ്റെ ഉത്തരവാദിത്തം പോലീസിനും സർക്കാരിനുമാണ്.